ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മുടെ ഓപ്പൺ ടെറസിൽ എങ്ങനെ വാഷിംഗ് മെഷീൻ കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്നാണ് നോക്കുന്നത്. ആദ്യമേ തന്നെ അതിൻ്റെ വേസ്റ്റ് പോകുന്ന ലൈനാണ് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെ കോർണറിലായിട്ട് കൊടുത്തു. പിന്നെ അതിന് വേണ്ടി വെള്ളത്തിന് ഒരു ഓപ്ഷൻ, ടാപ്പിന് വേണ്ടി ഒരു ഓപ്ഷൻ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പവറിന് വേണ്ടിയിട്ട് ഒരു ഓപ്ഷൻ കൊടുത്തു. ഇങ്ങനെ 3 ഓപ്ഷൻസാണ് നമുക്ക് വേണ്ടത്. വാഷിംഗ് മെഷീന് വേണ്ടിയിട്ട് പവർ കൊടുക്കുക, അതിനുശേഷം വാട്ടറിന് വേണ്ടിയിട്ട് വെള്ളത്തിന് വേണ്ടിയിട്ട് ടാപ്പ് കൊടുക്കുക, പിന്നെ അതിൻ്റെ വേസ്റ്റ് ലൈൻ പോകാൻ വേണ്ടിയിട്ട് ഒരു വേസ്റ്റ് ലൈൻ്റെ ഓപ്ഷൻ കൂടി കൊടുക്കുക. ഈ 3 കാര്യങ്ങളാണ് മെയിനായിട്ട് വേണ്ടത്. പിന്നെ നമ്മൾ ഓപ്പൺ ടെറസിലായതുകൊണ്ട് നമുക്ക് ഈ ഏരിയകൾ തുണികളെല്ലാം അലക്കി ക്ലിയർ ചെയ്യാനുള്ള ഏരിയ നമുക്ക് ഓപ്പൺ ടെറസിലാകുമ്പോൾ ഏറ്റവും ഗുണമാണ്. താഴേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നും വരുന്നില്ല, നമുക്ക് അവിടെ തന്നെ യൂസ് ചെയ്യാൻ സാധിക്കും. പിന്നെ വരുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു 3 മോഡ്യൂളിൻ്റെ അല്ലെങ്കിൽ 4 മോഡ്യൂളിൻ്റെ ബോക്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. നമ്മൾ ടാപ്പ് കൊടുത്തിരിക്കുന്ന ഹൈറ്റ് 150 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ടാപ്പിനുള്ള ഓപ്ഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെ നമ്മൾ വാഷിംഗ് മെഷീൻ്റെ ടാപ്പാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ 150 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 140 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ പ്ലഗ് സോക്കറ്റ് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും താഴെയായിട്ടാണ് നമ്മൾ വാഷിംഗ് മെഷീൻ്റെ വേസ്റ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത്. അത് പുതിയ മോഡലാണെങ്കിൽ വലിയ പ്രശ്നങ്ങൾ വരുന്നില്ല, മുകളിൽ നിന്നാണ് ഔട്ട് വരുന്നത്, വേസ്റ്റ് ലൈൻ ഔട്ട് വരുന്നത്. പഴയ മോഡലാകുമ്പോൾ താഴെയാണ്, സെമിയൊക്കെ താഴെയാണ് ഔട്ട് വരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഏറ്റവും താഴെയായിട്ട് ചേർത്ത് വേസ്റ്റ് ലൈൻ കൊടുക്കുന്നത്. പിന്നെ അതിൻ്റെ സപ്ലൈ വയർ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാം. ഫേസ്, ന്യൂട്രൽ, എർത്ത്, ഇതാണ് നമ്മളിവിടെ മെയിനായിട്ട് വേണ്ട വയർ. ഇത് DBയിൽ നിന്ന് നമ്മൾ 2.5ൻ്റെ വയറാണ് കൊണ്ടുവന്നിരിക്കുന്നത്. മഞ്ഞ ഫേസ് 2.5ൻ്റെ മഞ്ഞ ഫേസ്, ബ്ലൂ വരുന്നത് ന്യൂട്രലാണ് 2.5 തന്നെ. പിന്നെ എർത്ത് വരുന്നത് പച്ച 1.5 ആണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് വേണ്ടത്. ഫേസ്, ന്യൂട്രൽ, എർത്ത് നമ്മൾ DBയിൽ നിന്ന് ഡയറക്റ്റാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വേറെ എങ്ങും ലൂപ്പ് ചെയ്യാതെ ഡയറക്റ്റ് കൊണ്ടുവന്നു. ഒരു 16 ആമ്പിയറിൻ്റെ MCBയിലാണ് നമ്മൾ ലോഡ് ചെയ്യുന്നത്. അതല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 16 തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം ഫുള്ളി ഓട്ടോമാറ്റിക് കാര്യങ്ങളൊക്കെ പവർ പ്ലഗ് വളരെ അത്യാവശ്യമാണ്. 16 ആമ്പിയറൊക്കെ നമ്മൾ മിനിമം ഏറ്റവും കുറഞ്ഞത് ഫുള്ളി ഓട്ടോമാറ്റിക്കൊക്കെ എടുക്കുന്ന പ്ലഗ് സോക്കറ്റ് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് 16 ആമ്പിയറിൻ്റെ MCBയിൽ തന്നെ വാഷിംഗ് മെഷീൻ സെപ്പറേറ്റ് കൊടുക്കുന്നതാണ് കുറച്ചുകൂടി നല്ലത്. അതല്ലാതെ സെമി വരുന്ന ടൈപ്പ് 6 ആമ്പിയറൊക്കെ വരുന്നുണ്ട്. ഫുൾ ഓട്ടോമാറ്റിക് ആവുന്ന സമയത്ത് 16 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏതാ ഓപ്ഷൻസ് അനുസരിച്ചിട്ട് നമുക്ക് മാറ്റി കൊടുക്കാം. ഏറ്റവും നല്ലത് 16 ആമ്പിയറിൻ്റെ MCB കൊടുത്തു കഴിഞ്ഞാൽ വേറെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നതല്ല. അപ്പോൾ നമ്മൾ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വയർ DBയിൽ നിന്നാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സൈഡിലേക്ക് മാറ്റിയിട്ടാണ് അതിൻ്റെ ടാപ്പിനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതായത് വാഷിംഗ് മെഷീൻ്റെ ടാപ്പ് നമുക്ക് റെഡിമെയ്ഡ് വാങ്ങിക്കാൻ കിട്ടും. പല വാഷിംഗ് മെഷീനുകളും അതിൻ്റെ പല വാഷുകളും, അതായത് നമ്മൾ ആ പൈപ്പ് കണക്ട് ചെയ്യുന്ന വാട്ടർ ലൈൻ കണക്ട് ചെയ്യുന്ന പൈപ്പുകളും പലതും വ്യത്യാസമായിരിക്കും. അപ്പോൾ വാഷിംഗ് മെഷീൻ ടാപ്പ് എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് നമ്മൾ വാങ്ങിച്ചാൽ അതിൻ്റെ അകത്ത് എല്ലാ വാഷിംഗ് മെഷീനും വേണ്ടിയിട്ടുള്ള വാഷും കാര്യങ്ങളെല്ലാം കൂടി സെറ്റായിട്ടാണ് വരുന്നത്. അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വളരെ എളുപ്പമായിരിക്കും. പിന്നെ ഈ ഏരിയയിൽ നമുക്ക് അത്യാവശ്യം നമ്മുടെ തുണികൾ കാര്യങ്ങളൊക്കെ ഉണക്കുന്നതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു വാഷിംഗ് മെഷീൻ നമുക്ക് ഓപ്പൺ ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ എവിടെയെങ്കിലും കൊടുക്കുന്നതിന് എന്തെല്ലാം ഓപ്ഷൻസാണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room.